الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، قال الله تعالى في القرآن المجيد بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رضي الله عنهم ورضوا عنه صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم الحق ينطق على لسان عمر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനതരനായ ഉസ്താദ്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈന്തവനങ്ങളാൽ ഇടതിങ്ങിയ ശീതളശാന്തനങ്ങളിൽ ചുരുക്കും ഹേ മക്ക ദേശമേ, എന്തുകൊണ്ട് നീ ഉമർ ഫാറൂഖിനെ ഉയർത്തുന്നില്ല? വീണ്ടും അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖിന്റെ ഓർമ്മകളിൽ അലതല്ലി അല്ലാമ ഇഖ്ബാലിന്റെ അന്തരങ്ങളിൽ നീർഗളിച്ചതാണ് ഈ വാക്കുകൾ. സഹോദരങ്ങളെ, മനുഷ്യരാഷ്ട്രീയ ചരിത്രത്തിൽ ആരെ വിസ്മയിപ്പിക്കുന്ന രക്തത്തിലുള്ളവയാണ് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക രാഷ്ട്രം അതിന്റെ മുഴുവൻ ഓജസ്സോടും യശസ്സോടും തിളങ്ങുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. അതിന് തുല്യമായ ചരിത്രത്തിൽ അന്യമാണ്. അദ്ദേഹത്തിന് മുമ്പോ ശേഷമോ ഉള്ള മാനവരാഷ്ട്രീയ ചരിത്രം നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മഹത്തായ സംഘടനത്തിന്റെ പ്രതീകമായാണ് അദ്ദേഹം ചരിത്രത്തിൽ എക്കാലത്തും തിളങ്ങി നിൽക്കുന്നത്. മുസ്ലിങ്ങൾക്ക് എന്നതുപോലെ തന്നെ അമുസ്ലിമുകൾക്കും വളരെ സുരക്ഷിതത്വത്തോടുകൂടിയും നിർഭയത്വത്തോടുകൂടിയും ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കാൻ സാധിച്ചു. അവരുടെ ആരാധനകർമ്മങ്ങൾ വളരെ സന്തോഷത്തോടെ നിർവഹിക്കാൻ കഴിഞ്ഞു. പന്നിയും മദ്യവും അത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടമായിരിക്കെ തന്നെ അവർക്ക് സുരക്ഷിതമായി ലഭിച്ചു. പശുവിന്റെ പേരിലും വർഗീയത്തിന്റെ പേരിലും ന്യൂനപക്ഷ സമുദായത്തെ കൊല ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഫാസിസ്റ്റ് ഭരണകർത്താക്കള് അനന്യ മാതൃകയാണ് ഖത്താബിന്റെ പുത്രൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജിഹാദിന്റെ പേരിൽ 54 വയസ്സിൽ 3 മക്കളുടെ പിതാവും അവരുടെ മക്കളുടെ പിതാമഹനുമായ അഷ്റഫുൽ ഖാനെ ശംഭുലാൻ എന്ന വ്യക്തി വളരെ ഭീകരവും അതിരുപതി അതിദാരുണമായി വേരോട് വെട്ടിയാവശ്യമാക്കുകയും തുടർന്ന് പെട്രോൾ ഒഴിക്കുന്ന സംഭവം ഇന്ത്യ ജനാധിപത്യ വ്യവസ്ഥയെ വീണ്ടും കണക്കെടുത്തി. ഈ സംഭവങ്ങളെല്ലാം 16 വയസ്സിൽ മാത്രം പ്രായമുള്ള കുട്ടിയെ കൊണ്ട് മൊബൈൽ പത്രത്തെ ശംഭുലാൻ അവസാനം പറഞ്ഞു, ഞങ്ങൾ കുറ്റവാളിയെ വിശ്വസിക്കുന്നില്ല, മരണിച്ച മനസ്സാക്ഷിയുടെ വാക്കുകൾക്ക് മാത്രമേ ഇത്ര വാക്കുകൾ വരികയുള്ളൂ. ഹൃദയങ്ങളിൽ നിന്ന് മാപ്പുസാക്ഷിയായി കിടങ്ങിയ യാക്കൂബ് മേമനെ ചുക്കിക്കൊല്ലാൻ വേണ്ടി രാജകുമാരൻ കോടതി വിളിച്ചു കൂട്ടിയ ജുഡീഷ്യറിയോ ഭരണകൂടമോ ഈ വിഷയത്തിൽ ശക്തമായ വിധി പ്രസ്താവിക്കാത്തതിനെ തുടർന്ന് രാജസ്ഥാനിലെ ചില സാധാരണക്കാരായ ജനങ്ങൾ ഒരുമിച്ച് കൂടി സമാധാനപരമായ സമരം നടത്തി നോക്കി. പക്ഷേ പോലീസ് അവരെ ഫലം. അതുപോലെ തന്നെ പശുവിന്റെ പേരിൽ രാജ്യദ്രോഹമായി മുദ്ര ചെയ്യപ്പെട്ട് കൊന്നു വർഗീയ ശക്തികളുടെ ഇരയായിത്തീർന്ന മുഹമ്മദ് അഖ്ലാഖ് തന്റെ കരന്റെ കഷ്ണമായ സ്വപുത്രനെ രാജ്യസേവനത്തിന് വേണ്ടി ഇന്ത്യൻ സേനയിൽ ചെന്ന വിവരം ഞങ്ങൾ എത്ര പേരാണ് അറിഞ്ഞുള്ളത്? പുരോഗമന പാരായണം വിശ്വസിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്രകാരമാണ് അവസ്ഥയെങ്കിൽ അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് റോമ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പേര് സ്വപ്നവും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ രണ്ടാം ഖലീഫയുമായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന കാലത്ത് സംഭവങ്ങൾ വഹിച്ചായിരുന്നു. അവിടെ എല്ലാവർക്കും തുല്യം നടപ്പാക്കപ്പെട്ടു. മുസ്ലിം അമുസ്ലിം വിവേചനമില്ലാതെ തന്നെ കുറ്റവാളികൾ തന്നെ സ്വന്തം ഗവർണർമാരും കുടുംബക്കാരായാൽ പോലും അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ ഒട്ടും വൈമനസ്യം കാണിച്ചില്ല, മറിച്ച് താല്പര്യമാണ് കാണിച്ചത്. ഒരിക്കൽ ഈജിപ്തുകാരായ പരാജയമായി വന്നു. അവിടുത്തെ ഗവർണറായ അംറുൽ ആസ് മകൻ മുഹമ്മദും കോമറ്റ് വംശജായും ഓട്ടപ്പന്തയത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ മുഹമ്മദിനെ പരാജയപ്പെട്ടു. ആ ദേശത്തിൽ മുഹമ്മദ് ആ ക്രിസ്ത്യാനിയെ ചാട്ടവാറുകൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു. ഇതായിരുന്നു പരാതി. അമറുൽ ഖത്താബ് പ്രതിയും ഗവർണറെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. കുറ്റം മുഹമ്മദിന്റെ ഭാഗത്തായിരുന്നു. ഉമർ ഖത്താബ് പറഞ്ഞു, ആ ചാട്ടവാറെടുക്കൂ, അമാന്റെ മകനെ അടിക്കൂ. അങ്ങനെ അവൻ ശീലവരെ അവനെ അടിച്ചു. പറഞ്ഞു, ഇനി അമ്പലത്തെ തലക്ക് മടിക്കുക, അല്ലാഹുവാണ് അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ ഭാഗം കൊണ്ട് മാത്രമാണ് അവൻ അവരെ അടിച്ചത്. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മതിയാകുന്നു, എന്നെ അടിച്ചവരെ ഞാൻ അടിച്ചിരിക്കുന്നു. അല്ലാഹുവാണ് താങ്കൾ അദ്ദേഹത്തെ അടിച്ചിരുന്നെങ്കിൽ സ്വയം മതിയാകുന്നതുവരെ ഞാൻ ഇടപെടുമായിരുന്നില്ല. ഇതിങ്ങനെ പറഞ്ഞു. പറഞ്ഞു, എന്റെ അമ്മേ, നിങ്ങളെപ്പോഴാണ് ജനങ്ങൾ അടിമകളാക്കാൻ തുടങ്ങിയത്? അവരുടെ മാതാക്കളെ സ്വതന്ത്രമായിട്ട് പ്രസവിച്ചത്.
ഇത് ഇസ്ലാം നീതിയുടെ ശബ്ദമാണ്. അവിടെ ഭരണാധികാരി സോന്മാരാണ്, പാവപ്പെട്ടവർ പണക്കാരും തുല്യരാണ്, എല്ലാവരും അല്ലാഹുവിന്റെ അടിമകൾ. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ലോകത്തിൽ കാഴ്ചവെച്ചു. ഒരിക്കൽ ഇന്ത്യ സന്ദർശിക്കാനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ചെറിയ യാത്ര ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി നൽകപ്പെട്ട കാറിലാണ് യാത്ര ചെയ്തത്. അദ്ദേഹത്തിന്റെ ആഗമനത്തിന് മുന്നോടിയായി ഡൽഹിയിലെ തെങ്ങുകളുടെ തലവെട്ടപ്പെട്ടു. എന്നാൽ അമേരിക്കയെക്കാൾ 10 മടങ്ങ് വലുപ്പമുള്ള രാജ്യത്തിന്റെ അധിപനായിരുന്ന, അതും ചരിത്രകാരൻ പോലും വിശേഷിപ്പിച്ച 20 ഭൗതിക രാഷ്ട്രങ്ങളെ ഏകോപിപ്പിച്ച ആത്മീയ ലോകമായ ചക്രവർത്തി എന്ന് ചരിത്രകാരൻ പോലും വിശേഷിപ്പിച്ച വളരെ ആകർഷണീയമാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു മരം വെട്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ ആദരവിന് വേണ്ടി, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഗവർണർമാർ വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഡംബരപ്പോൾ അവർക്ക് നേരെ അദ്ദേഹം മണ്ണുവാരിയിരിക്കുന്നത്. അദ്ദേഹം സദാ ഒരുമിടുന്നില്ലായിരുന്നു. അള്ളാഹു നമ്മളെ പ്രതാപനാക്കിയത് ഇസ്ലാമിലൂടെയാണ്. ഞങ്ങൾ ജനങ്ങളിൽ ഏറ്റവും നിന്നരും ഹീനരും ദുർബലമായിരുന്നു. പിന്നീട് അള്ളാഹു നമ്മളെ അന്തസ്സുയർത്തി. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രതാപം നടിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മടക്കും. നിങ്ങളുടെ ഉപകാരത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ഹഖ് യദ്ദിഖു അലാ ലിസാനി ഉമർ ഉദ്രി മിനി യാ ഉമർ വഅൻത മിന്നി യാ ഉമർ വഅന മിൻക യാ ഉമർ ലാ നബിയ ബഅദി. എനിക്ക് ശേഷം ഒരു നബി വരാനില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ ലകാന ഉമർ, അത് ഉമർ ആകുമായിരുന്നു. ഏതൊരു കാര്യവും റോൾ മോഡലായി സ്വീകരിക്കാൻ പറ്റുന്ന വ്യക്തി ചരിത്രത്തിൽ തിരഞ്ഞെടുത്ത വ്യക്തിത്വത്തിലുള്ളതാണ് ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നതെന്ന് ഗാന്ധി പ്രഖ്യാപിച്ചു. എന്നാൽ വളരെ കേട്ടതെന്ന് പറയട്ടെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ശേഷം ചരിത്രത്തിൽ ഇന്നോളം അദ്ദേഹത്തിന് തുല്യനായ മറ്റൊരു ഉമർ എന്തുകൊണ്ട് ജനിക്കുന്നില്ല? ഇതിന് അപവാദമായി ഉമർ അബ്ദുൽ അസീസ് മാത്രമാണുള്ളത്. ലോകം അത്തരത്തിലുള്ള ഉമറിനെയാണ് ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്.